ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും തക്കാളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നല്ലതുപോലെ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. രാവിലത്തേക്കുള്ള ചായ തയ്യാറാക്കുന്നതിനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായ റെഡിയായി വന്നിട്ടുണ്ട്. ശേഷം അത് നല്ലതുപോലെ ആറ്റി ഇതേ ഒരു കപ്പിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ആ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം. അത് തയ്യാറായി വരുമ്പോഴേക്കും ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാര്യം പറഞ്ഞാൽ ഓണാക്കി വെച്ചതാണ്. പക്ഷെ കട്ടായത് അറിഞ്ഞിട്ടേ ഇല്ല. ചില ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചോറ് വെക്കുന്നതിനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരി കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നും പാല് വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആട അമ്മ മാറ്റി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം അത് നമ്മളിതാ പാൻ ചൂടായി കിട്ടിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മെൽറ്റായിട്ട് ഇതാ നല്ല നെയ്യ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള നെയ്യ് നമ്മൾ തന്നെ ഇങ്ങനെ പാലിൽ നിന്ന് കിട്ടുന്ന ആട വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി യൂസ് ചെയ്യാറില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള മീൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് മത്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ചട്ടി ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കിട്ടുമ്പോഴേക്കും അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന ശേഷം അതിലേക്ക് മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള കുക്കിംഗ് വീഡിയോസ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.